ജില്ലയിലെ ക്രമസമാധാന പ്രശ്നം പരിഹരിച്ച് സമാധാനം ഉറപ്പുവരുത്താൻ ജില്ലാതല സമാധാന കമ്മിറ്റി യോഗം തീരുമാനിച്ചു. കളക്ടറേറ്റിൽ നടന്ന ജില്ലാതല സമാധാന കമ്മിറ്റി യോഗത്തിൽ ജില്ലയിലെ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. തീർച്ചയായിട്ടും അന്നുണ്ടായ സംഭവങ്ങൾ എന്തായാലും ഒരു കാരണവശാലും ഒരു വലിയൊരു ആക്ഷൻ എടുക്കേണ്ടതാണ്. കാരണം രണ്ട് സംഭവങ്ങൾ, അതായത് അമ്പലങ്ങളിൽ ഇങ്ങനെയുള്ള വരച്ച സംഭവങ്ങൾ, അതുപോലെ പള്ളിയിൽ വരച്ച സംഭവങ്ങളും അതുപോലെ ഒരു പ്രകടനം നടത്തി, പെർമിഷനുള്ള പ്രകടനം നടത്തി വയലൻസ് കാണിച്ച രണ്ട് സംഭവങ്ങളിലും ഒരു ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം തന്നെ ഇട്ടിട്ടുണ്ട്. DSP കാസർഗോഡ് ആയിരിക്കും അതിനുള്ള ഇൻവെസ്റ്റിഗേഷൻ ടീം ലീഡർ. അതിനുള്ള എല്ലാ പ്രതികളും അറസ്റ്റ് ചെയ്യാനുള്ള എല്ലാ നടപടികളും പൊളിച്ചെടുക്കുന്നുണ്ട്. അഫ്കോഴ്സ് അതിന്റെ എവിഡൻസ് ഒക്കെ എടുക്കണം, കുറെ ആൾക്കാരെ ചോദിക്കണം, കുറെ എവിഡൻസ് എടുക്കണം, അതിനുള്ള സമയം എടുക്കുന്നുണ്ട് പോലീസിന്. പക്ഷെ അത് എടുത്തിട്ട് ഇവരെല്ലാവരെയും യഥാർത്ഥ പ്രതികളെ അറസ്റ്റ് ചെയ്യാനുള്ള നടപടികൾ പോലീസ് തുടങ്ങിയിട്ടുണ്ടെന്ന് ഞാൻ അറിയിക്കാം. ഉറപ്പായിട്ട് അറസ്റ്റ് ചെയ്തിരിക്കും ഇവരെല്ലാവരും. പിന്നെ ഇതുപോലുള്ള സംഭവങ്ങൾ നടക്കാതിരിക്കാൻ വേണ്ടി ഒരു പ്രിവെന്റീവ് മെഷർ കുറെ പെട്രോളിംഗ് സ്കീം ഉണ്ടാക്കിയിട്ട് ഒരു DSP തന്നെ, അതായത് രാവിലെ 12 മണിക്ക് ഒരു DSPയും രാത്രി 12 മണിക്ക് ഒരു DSPയും കാസർഗോഡ് ടൗണിൽ മാത്രമേ ഇട്ടിട്ടുള്ളൂ. അതിനെ ചാർജ് വെച്ചിട്ട് എല്ലാ കാര്യങ്ങളും നോക്കുന്നുണ്ട്, പ്രിവെന്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ പെട്രോളിംഗ് സ്കീം ഉണ്ട്, എന്ത് സംഭവം എന്തായാലും ഇമീഡിയറ്റ് ആയിട്ട് എന്റെ സഹകരണം നടത്തുന്നുണ്ട്, ഞാൻ ഇമീഡിയറ്റ് ആയിട്ട് നോക്കുന്നുണ്ട്. അപ്പോ ഇങ്ങനെയുള്ള സംഭവം നടക്കാതിരിക്കാൻ വേണ്ടിയുള്ള എല്ലാ നടപടികളും പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. ഈ ഫ്ലാഗ്സ് ബാനറിനെ കുറിച്ച് കുറെ സംസാരം ഉണ്ടായി. അപ്പോൾ ഫെബ്രുവരി മാസം ഞാൻ നടപടിയെടുത്തത് ജില്ലാ മുഴുവനുള്ള പബ്ലിക് പ്ലേസിലുള്ള എല്ലാ ഫ്ലാഗ്സ് ബാനേഴ്സും റിമൂവ് ചെയ്തു. കമ്പൽസറി നിർബന്ധമായിട്ട് ആർക്ക് എന്ത് പ്രദേശം ഉണ്ടായാലും എല്ലാം നിർബന്ധമായിട്ട് നടപടിയെടുത്തത് എല്ലാം റിമൂവ് ചെയ്തതാണ് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ എല്ലാ രാഷ്ട്രീയ നേതാക്കളും മത നേതാക്കന്മാർക്കും പറഞ്ഞത് എന്ത് സംഭവം ഉണ്ടായാലും വൈകിട്ട് പരിപാടി കഴിഞ്ഞ് വൈകിട്ട് തന്നെ എടുത്തിരിക്കണം നിർദ്ദേശം പോലീസിന്റെ ഭാഗത്ത് വെച്ചിട്ടുള്ളതാണ്. പലപ്പോഴും അത് ചെയ്യാറില്ലായിരുന്നു. പിന്നെ പോലീസിന്റെ ഭാഗത്ത് നിങ്ങൾക്കറിയാണ്, ഓരോരോ ജീപ്പ് എടുത്തുകൊണ്ട് പോയിട്ട് പിന്നെ SIയും പോയിട്ട് അവരുടെ സംഗതി എല്ലാം അവിടുത്തെ കുടികളൊക്കെ എടുത്തിട്ട് അവിടെ ആൾക്കാർ കൊണ്ട് തന്നെ എടുപ്പിച്ചിട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിനെ ചിലപ്പോൾ എങ്ങനെയാലും ചില സമയങ്ങൾ നിങ്ങൾക്കറിയാം, പോലീസ് അത് മാത്രം ചെയ്തു അത് മാത്രമായിരിക്കും ജോലി. പോലീസിന് അന്വേഷണമുണ്ട്, കുറെ കാര്യങ്ങളുണ്ട്, കുറെ ജോലികളുണ്ട്, പോലീസ് വിവിധ ജോലികളുണ്ട്. അപ്പോ എന്തായാലും ഇത് ഒരു കാരണം വെച്ചാൽ ഇപ്പൊ ഉള്ള ഫ്ലാഗ്സ് ആൻഡ് ബാനേഴ്സ് ഇനി ഒരാഴ്ചയെ മുഴുവനായിട്ട് പോലീസ് എടുക്കാൻ നടപടിയെടുക്കും. ഈ മീറ്റിംഗ് ഉണ്ടായിരുന്നു ക്രിമിനൽ കാര്യത്തിന് വേണ്ടി. ഇവിടെ പല ബസ്സിന്റെ കാര്യം പറയുന്നുണ്ടായിരുന്നു. ഗണേഷ് ബസ് സർവീസ് ഉണ്ട്, അഹമ്മദ് ബസ് സർവീസ് ഉണ്ട്, മുഹമ്മദ് ബസ് സർവീസ് ഉണ്ട്. നമ്മൾ നെക്സ്റ്റ് RTO മീറ്റിംഗില് ഈ എല്ലാ ബസ്സിന് വേണ്ടി ഒരു നമ്പർ മാത്രമേ വേണം. അറ്റ്മോസ്ഫിയറിൽ വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ എന്ത് പരിഗണുണ്ടെങ്കിലും ഓവറോൾ അറ്റ്മോസ്ഫിയർ അങ്ങനെ തന്നെയാണ്. എന്ത് കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു കമ്മ്യൂണൽ ആംഗിൾ ഉണ്ട്. പോലീസ് ഒരു കാര്യത്തിൽ വേണ്ടി ആക്ഷൻ എടുക്കുന്നുണ്ടെങ്കിൽ പരിഗണത്ത് വേറെ ആളിനെ ഫേവർ ചെയ്യുന്നുണ്ട്. അപൽപനീയമുള്ള ഒരു കാര്യമുണ്ട്, എല്ലാ സംഭവം നടക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ അവർക്ക് പറയുന്നുണ്ടെങ്കിലും 2% ആന്റി സോഷ്യൽ എലിമെന്റ്സ് ആണ് നമ്മൾ പറയും. പക്ഷെ ഒരു സപ്പോർട്ട് ഇല്ലാത്ത 2% ആൾക്കാരിലെ കംപ്ലീറ്റ് ടൗണിലെ ഒരു കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അതിന് പിന്നിൽ അവർക്ക് സപ്പോർട്ട് ചെയ്യാനുള്ള ഓർഗനൈസേഷൻസ് ഉണ്ട്. കളക്ടറേറ്റിൽ ചേർന്ന സമാധാന കമ്മിറ്റി യോഗത്തിൽ കളക്ടർ ആനന്ദ് സിംഗ് അധ്യക്ഷത വഹിച്ചു. SP പ്രകാശ്, വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ ചർക്കളം അബ്ദുള്ള, KP സതീഷ് ചന്ദ്രൻ, PA അഷ്റഫ് അലി, K ജഗദീഷ്, അഡ്വക്കേറ്റ് ശ്രീനാഥ്, E ചന്ദ്രശേഖരൻ, NA നെല്ലിക്കുന്ന്, ADM വാസുദേവ, മറ്റു ജില്ലാതല ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ സംബന്ധിച്ചു.